മോളെ അതി തൊടണ്ട കേട്ടോ. തൊടല്ലേ. മോളോടല്ലേ ഞാൻ പറഞ്ഞത് നീ തുടരുതെന്ന്. ഷോക്ക് അടിക്കും. മാറിക്കും. ഇതിലെങ്ങനെയാ സിനിമ വരിക? സിനിമയൊന്നും ഇപ്പൊ വരൂല. അയ്യോ ചേച്ചി, നിന്റെ അച്ഛൻ വാങ്ങിച്ചോന്നല്ലോ ആശ്രയരം. അത് മോള് വല്ലയിടത്തും പിടിച്ച് ഷോക്ക് അടിച്ചാലൊന്ന് പേടിച്ചിട്ട് നീ തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടു നോക്കിയോ. കുട്ടികൾ തൊടുന്നുള്ള പേടിണ്ടെങ്കിൽ ഈ പണ്ടാരൊക്കെ സ്വന്തം മുറി എടുത്തു വെച്ചാ പോരെ. എന്തിനാ മോള് കരയുന്നേ? തല്ലിയോ? ഡീ കൊരഞ്ഞാലുണ്ടല്ലോ പാടി ഇവിടെ. എന്താ ചേച്ചി? അത് ദിവ്യമോള് വീശിയേറി തൊട്ടപ്പോ ഷോക്ക് അടിക്കുമെന്ന് കരുതി വേണ്ടാന്ന് പറഞ്ഞു. അതിന് കാഞ്ചന കൊച്ചിനെ തന്നെ എന്തിനാ? ചേച്ചിക്ക് എന്തോ പെട്ടെന്ന് ദേഷ്യം വന്നു. ദേഷ്യം വന്നതേ കാരണം ഉണ്ടായിട്ടാ. എന്റെ മോക്ക് VCR വാങ്ങിക്കാനുള്ള സ്ഥിതിയൊന്നും ഞങ്ങൾക്കില്ല. നീ എന്തിനാണ് കൊച്ചിനെ തല്ലിയേ? വല്ലവരുടെ VCR തൊട്ടാ പിന്നെ തല്ലണ്ടേ? വല്ലവരുടെ VCR-ഓ? അതേ തുറണ്ടാവുന്ന ശൈലജ പറഞ്ഞത് അത്ര വലിയ കുറ്റമായി പോയോ? ഇല്ല, കുറ്റം മുഴുവൻ എന്റെയാ. എനിക്ക് ജോലിയില്ലല്ലോ, പഠിപ്പും പത്രാസും ഇല്ലല്ലോ. കുറച്ചു ദിവസമായി ഞാൻ എല്ലാരും ശ്രദ്ധിക്കുക. എന്നെ അമ്മയുടെ ഒരു മോൻ കെട്ടിക്കൊണ്ട് വന്നതാ. ശൈലജ വന്നേ പിന്നെ എന്നെയും മോളെ ആർക്കും വേണ്ട. അതിന് മാത്രം ഇവിടെ എന്തുണ്ടായെന്നാ ഞാൻ ചോദിക്കുന്നത്. ഒരേ പന്തിയിൽ 2 തരം ഊണ് വിളമ്പുന്നത് ശരിയല്ലമ്മേ. ഇവളോട് എന്താ പറയാ? ആരെവിടെ ഇപ്പൊ ഒരു പന്തി 2 തരം ഊണ് വിളമ്പിയത്? അവളെ മോളെ ആർക്കും വേണ്ട അത്രേ. കഷ്ടം. ചേച്ചിക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്. ചേച്ചേ, മോള് പോവാൻ നോക്ക്. ചെല്ല്. ചേച്ചി, കുറച്ച് മട്ടനാ. എന്താ ചേച്ചി കാലത്തന്നെ ഒരു പോച്ചല്? അവളൊരു മണ്ടൂസ ചേച്ചി. ഓ, അപ്പോ അവളത് നിന്റെ അടുത്ത് എത്തിച്ചു അല്ലേ? ഏയ്, ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. മുഖത്തൊരു വാട്ട കണ്ടപ്പോ കാരണം ചോദിച്ചു. ഞാൻ നിർബന്ധിച്ചപ്പോ പറഞ്ഞെന്നുള്ളൂ. എന്നാലും വിവരം പറഞ്ഞല്ലോ. മോഹൻ അറിയോ ഈ വീട്ടിൽ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു? ഞാൻ സുഖേട്ടനോട് ഒന്നും പറയാറില്ലല്ലോ. ഈ കാതി കൂടെ കേട്ട് ഈ കാതി കൂടെ വിടും. നമ്മളെ തമ്മിൽ അടുപ്പിക്കാനാ ശൈലജയ്ക്ക് ആഗ്രഹം. എന്താ ചേച്ചി ഇത്? ഞാൻ പറഞ്ഞിട്ടില്ല അവൾ ഒരു മണ്ടൂസും പാവമാണെന്ന്. എനിക്കും അങ്ങനെ തോന്നിയിട്ടില്ല. ഇന്നാളെ ഒരു ദിവസം സുഖേട്ടൻ ഓഫീസിൽ നിന്ന് വരുമ്പോ അവൾ ആ നടുവിലത്തെ മുറിയിലിരുന്ന് കാലുമ്മ കാലും കയറ്റി വെച്ചിട്ട് മാഗസിൻ വായിക്കുക. എന്നാ സുഖേട്ടനെ കണ്ടിട്ടൊന്ന് അനങ്ങ. ശൈലജയോ? എന്നാ അവള് തീർച്ചയായിട്ടും സുഖേട്ടനെ കണ്ടു കാണില്ല. അപ്പൊ ഞാൻ നുണ പറയണമെന്നല്ലേ? മോനാ, അവക്ക് എന്നെയോ സുഖേട്ടനെയോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവക്ക് ജോലിയുണ്ട്. നിന്റെ ഭാര്യ നീ ന്യായീകരിക്കല്ലുള്ളൂ. എന്നാലേ അത് അവൾ അപ്പൊ തന്നെ ഭർത്താവിന്റെ കാതിൽ എത്തിച്ചു. എത്തിക്കാൻ മാത്രം അതിനൂടെ ഒന്നും ഉണ്ടായില്ലോ ചേച്ചി. ഉണ്ടായില്ലേ പിന്നെ നീ എന്തിനാ എന്റെ മെക്കിട്ട് കയറാൻ വന്നത്? എന്റെ മോക്ക് ഞാൻ 2 അടി കൊടുത്തു. അവളുടെ അച്ഛനും അമ്മയും VCR വാങ്ങാൻ കഴിവില്ലാത്തവരാണെന്ന് അവള് മനസ്സിലാക്കട്ടെ. എന്തൊക്കെയാ പറയുന്നത്? മോനാ, എന്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 3 പെമ്മക്കളാ. 3 പേരെയും കെട്ടിച്ചു വിട്ടപ്പോ സ്ഥിതി മോശമായി. ഞങ്ങള് പണമില്ലാത്തവരാണെന്ന് നീ നിന്റെ ഭാര്യയോട് പറഞ്ഞു കാണും. അതുകൊണ്ട് അവക്ക് ഞങ്ങളെ തീരെ വിലയില്ലാത്തത്. കൊച്ചുകുട്ടിയല്ലേ, അവക്ക് എന്തറിയാം? ഇനിയും ചിലപ്പോ ശൈലജയുടെ VCR തൊട്ടെന്നിരിക്കും. ഇപ്പൊ ഇത്രയും മാത്രമേ സംഭവിച്ചുള്ളൂ. നാളെ എന്റെ മോളെ അവള് തല്ലുന്നത് ഞാൻ കാണേണ്ടി വരും. കല്യാണത്തിന് മുമ്പ് എന്റെ മുഖത്ത് നേരെ നോക്കിയിട്ടില്ല മോന്. അവനാ ഇന്ന് എന്നോട് വഴക്കിന് വന്നത്. അവന്റെ എച്ചിൽ പാത്രം വരെ കഴിയിട്ടുള്ളവളല്ലേ ഞാൻ. അത് അവൻ ഓർത്തോ? അവള് പണക്കാരി ആയതുകൊണ്ട് അമ്മ അവളുടെ ഭാഗത്താ. എന്ത് ചെയ്യാം? ഞാനൊരു പാവ സ്കൂൾ മാഷിന്റെ മോളായി പോയില്ലേ.
കാഞ്ചനെ നീ ഒന്ന് കരയാതിരിക്കെ. എന്റെ വിഷമം മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല. ദേ, എനിക്കൊന്നേ പറയാനുള്ളൂ. ഞാൻ ഈ നരകത്തിൽ തന്നെ കഴിഞ്ഞോളാം. പക്ഷെ എന്നെ എന്റെ കുഞ്ഞിനെ ദ്രോഹിക്കരുതെന്ന് ഇവിടെ ഉള്ളവരോട് സുഖമായിട്ടൊന്ന് പറയണം. അത്രേ വേണ്ടു.